ഹലോ ഗൈസ്, എല്ലാവരും സുഖങ്ങളെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ഒരു കിടിലൻ പണി നമുക്ക് തന്നിട്ടുണ്ട്. അതായത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഇതുവരെ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആകാത്തവർക്കുമാണ് ഒരു കിടിലൻ പണി യൂട്യൂബ് തന്നത്. എന്താണെന്നല്ലേ, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ യൂട്യൂബിന് നമുക്ക് 1K സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 4000 വാച്ചിങ് അവേഴ്സ് ആണല്ലോ വേണ്ടത്. അതുപോലെ തന്നെ 90 ഡേയ്സ്, അതായത് 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഷോർട്സ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് 10 മില്യൺ വ്യൂവേഴ്സ് ആകണം എന്നായിരുന്നു ഫസ്റ്റത്തെ ഈ രണ്ട് ക്രൈറ്റീരിയ പോളിസി. ഓക്കെ, അതായത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇരിക്കെ നിങ്ങൾക്ക് 1K സബ്സ്ക്രൈബറും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കൂടിയിട്ട് 4000 വാച്ചിങ് അവേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആകും. അല്ലെങ്കിൽ 1K സബ്സ്ക്രൈബർ ആയ ശേഷം 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂവേഴ്സ് ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരും. പക്ഷേ 2027 ഫെബ്രുവരി മുതൽ പുതിയൊരു പോളിസി അവർ കൊണ്ടുവരുന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ, അതായത് സബ്സ്ക്രൈബർ 1000 തന്നെയാണ്, 1K സബ്സ്ക്രൈബർ ആയിരിക്കണം. പക്ഷേ ഈ ലോങ് വീഡിയോ അല്ലേ, വാച്ചിങ് അവേഴ്സ് ഇയർലി 4000 വാച്ചിങ് അവേഴ്സ് ആണല്ലോ നമുക്ക് കിട്ടണമെങ്കിൽ. പക്ഷെ ഇപ്പൊ അത് മാറ്റി മറിച്ച് ഡബിൾ ആയി, അതായത് 8000 വാച്ചിങ് അവേഴ്സ് ആകണം എന്നാലേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ആകുള്ളൂ. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് അത്ര റീച്ച് കിട്ടില്ല, പക്ഷെ ഷോർട്സ് നല്ല റീച്ച് ഉണ്ടെങ്കിൽ പോലും 90 ദിവസത്തിനുള്ളിൽ 1K സബ്സ്ക്രൈബേഴ്സും അതുകൂടാതെ തന്നെ 20 മില്യൺ വ്യൂവേഴ്സും വേണം. മനസ്സിലായോ? ഇതിന് മുമ്പ് എന്തായിരുന്നു, അതായത് 1K സബ്സ്ക്രൈബറും അതുപോലെ തന്നെ വെറും 10 മില്യൺ വ്യൂവേഴ്സ് മതിയായിരുന്നു ഷോർട്സിന്. പക്ഷെ ഇപ്പോൾ അവർ ഡബിൾ ആക്കി 20 മില്യൺ വ്യൂവേഴ്സ് ആണ് ആക്കിയിരിക്കുന്നത്. എന്തായാലേ, എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇപ്പൊ എല്ലാവരും വന്നു തുടങ്ങിയല്ലോ, എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം യൂട്യൂബ് ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്നത്. കാരണം എല്ലാവർക്കും ഇവർ യൂട്യൂബുകാർ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ക്രൈറ്റീരിയ ചേഞ്ച് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു പോളിസി ഫെബ്രുവരി 2027 മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഇതുവരെ ആൾറെഡി യൂട്യൂബ് ചാനൽ തുടങ്ങി മോണിറ്റൈസേഷൻ ആകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നന്നായിട്ട് വീഡിയോസും അതുപോലെ തന്നെ നല്ല കണ്ടന്റും ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്ത്, അതായത് 1K സബ്സ്ക്രൈബറും 4000 വാച്ചിങ് അവേഴ്സ് വേഗം തന്നെ ആക്കുക. ഇല്ലെങ്കിൽ 1K സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 10 മില്യൺ വ്യൂവേഴ്സും ഷോർട്സിലാക്കുക. കാരണം ഫെബ്രുവരിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പഴയ പോളിസി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഫെബ്രുവരിക്ക് ശേഷമാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആണെങ്കിലാണ് ഈ ഒരു പുതിയ ക്രൈറ്റീരിയ നിങ്ങൾക്ക് മാനദണ്ഡമുള്ളത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, അതായത് ഇപ്പോൾ ആൾറെഡി 4000 വാച്ചിങ് അവേഴ്സും അതുപോലെ തന്നെ 1K സബ്സ്ക്രൈബർ കഴിഞ്ഞവർക്ക് ഈ ഒരു പോളിസി വന്ന ശേഷം ഇഷ്യൂ ആവുമോ? ഇല്ല. ഫെബ്രുവരിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു 4000 വാച്ചിങ് അവേഴ്സ് അതുപോലെ തന്നെ 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആൾറെഡി നിങ്ങൾ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി അതുപോലെ തന്നെ ഈ ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി വരുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇതുവരെ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലുകൾക്കാണ് ഈ ഒരു പോളിസി ഇനി വരാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോ കണ്ടന്റ് നല്ലൊരു കണ്ടന്റും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ആൾക്കാരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ വീഡിയോ റീച്ച് ആകും. അതിപ്പോൾ 4000 വാച്ചിങ് അവേഴ്സ് അല്ല, 8000 വാച്ചിങ് അവേഴ്സ് അല്ല, നല്ല അതിലും കൂടുതൽ വാച്ചിങ് അവേഴ്സ് പോയിക്കൊണ്ടേയിരിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങൾ റീച്ച് ആക്കുക. എന്തായാലും ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ ഈ ഒരു മൈൽ സ്റ്റോൺ എത്തുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങുന്ന ആ ഒരു വീഡിയോ ഇട്ടത്. സോ ഇതുവരെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക. കാരണം ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിൽ 1-2 പേർക്കെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ. അപ്പോൾ അത്രത്തോളം ഒരു മീഡിയ ഡെവലപ്മെൻറ്റ് ആയിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വല്ല ഫ്രം ഇസ്മി ഷിജി.